മുസ്ലിമായ തട്ടമിട്ട ഡോക്ടർ പെണ്ണിന് ജാതിക്കപ്പുറത്തേക്ക് കല്യാണം നടത്തിയപ്പോ ആഘോഷിക്കുന്ന പാർട്ടി ഓഫീസുകള്, ആഘോഷിക്കുന്ന വർത്തമാന പത്രങ്ങള്, മതേതരത്വം പൂത്തുലെന്ന് വാദിക്കുന്നവര് യഥാർത്ഥത്തിലൊരു മുസ്ലിം പെണ്ണിന്റെ തലയിൽ കിടക്കുന്ന തട്ടം കേശാലങ്കാരമല്ല, അതവരുടെ ആദർശത്തിന്റെ അടയാളമാണ്. ഈ വരുന്ന അബൂ തൽഹ വന്നിട്ട് റുമൈസ, ഒരൊട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന അത്രയും സ്വർണം നിനക്ക് മഹറായി തരാമെന്ന് പറഞ്ഞപ്പോ റുമൈസ ബീവി പറഞ്ഞത്, അബൂ തൽഹ, എന്നെ നിനക്ക് വിവാഹം ചെയ്യണമെങ്കിൽ ഒരൊറ്റ മഹറേയുള്ളൂ. അത് നീ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു ഇസ്ലാമിലോട്ട് കടന്നു വരാതെ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കാത്തൊരു പുരുഷനെ സ്പർശിക്കാനുള്ളതല്ല എന്റെ ശരീരമെന്ന് പറയാൻ, പടച്ചവനെ വിശ്വാസമില്ലാത്തവന് തൊടാൻ സമർപ്പിക്കാനുമുള്ളതല്ല എന്റെ ഈ സൗന്ദര്യമെന്ന് ധീരമായ നിലപാട് പറഞ്ഞ സ്ത്രീക്കാണ് അല്ലാഹു സ്വർഗത്തിന്റെ വാതിലിൽ കൊട്ടാരം കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, കലാലയത്തിന്റെ കന്മതിലുകളുടെ ഉള്ളിൽ നിരീശ്വരവാദത്തിന്റെ വിത്ത് പേറിയിട്ട് അവന്റെ ജാതി ഏതായാലെന്നാ മതമേതായാലെന്ന് പറഞ്ഞ് തലയിൽ തട്ടമിട്ടുകൊണ്ട് സമുദായ സേവനത്തിന് മൂതുപടമണിഞ്ഞ മലങ്കടകന്മാര് രജിസ്റ്റർ മാരേജ് നടത്താൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോ അതും പറഞ്ഞു മതേതരത്തിന്റെ ദീപം തെളിയിപ്പിക്കുന്ന പെങ്ങളെ, പടച്ചവനെ വിശ്വസിക്കാത്തവനെന്റെ ജീവിതത്തെ സമർപ്പിക്കില്ലെന്ന് ശാഠ്യം പിടിച്ച റുമൈസ ബീവിമാരുടെ ചരിത്രത്തിലാണ് മലത്തിക്കടത്തിയിട്ട് കുത്തിയിട്ട് ചങ്കിലോട്ട് കുത്തിക്കയറ്റിയ ആ കുന്തത്തിന്റെ പിടിവെച്ചിട്ട് എനിക്കെന്റെ റബ്ബിന്റെ സ്വർഗം മതി എന്ന് പറഞ്ഞ ആസിയമാരുടെ ചരിത്രത്തിലാണ് ജീവിതത്തിൽ ഇതേവരവലം യംസസിനി ബശറുന് പരപുരുഷ സ്പർശനം എന്റെ ശരീരത്തിലേറ്റിട്ടില്ലെന്ന് പറഞ്ഞ മറിയം ബീവിയുടെ മണ്ണിലാണ്. പെങ്ങളെ, സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയിട്ടും, വീടുകളെ തകർന്നിരന്നു പോയിട്ടും, മക്കളെ കബറിലടക്കപ്പെട്ടിട്ടും, ഭർത്താവിന്റെ ഇടനെഞ്ച് ചിതറിത്തെറിച്ചിട്ടും അതിന്റെ മുമ്പിൽ ദീൻ വലിച്ചെറിയാട്, പർദ്ദ വലിച്ചെറിയാട്, തലയിലെ തട്ടമെടുത്ത് മാറ്റാട്, ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ കാണാമെന്ന് പറയുന്ന ഫലസ്തീനിലെ മുഅ്മിനത്തുകളോട് താരതമ്യം പറയാൻ നിനക്കെങ്ങനെയാണ് കഴിയാ? അവരുടെ ഈമാനോട് കിടപിടിക്കാൻ നിനക്കെങ്ങനെയാണ് കഴിയാ? ഞാൻ